ഗുരുവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായി. വ്യാപക കള്ളവോട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വി.എസ്. രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വ്യാപകമായ കള്ളവോട്ടും ഉണ്ടായി എന്നുള്ള ആരോപണം, സംഘർഷം എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള സംഘർഷമാണോ? സ്മൃതി, കള്ളവോട്ട് ആരോപണവുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് ആയിരുന്നു. ഈ കോൺഗ്രസ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ നിന്ന് ഈ ബാങ്ക് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ഒരു പുതിയ പാനലിനെ മത്സരിപ്പിച്ചത്. ഇക്കാലം അത്രയും കോൺഗ്രസ് ഭരിച്ച പാനലായിരുന്നു. പക്ഷേ ഈ ഔദ്യോഗിക പാനലുമായി കോൺഗ്രസിൻ്റെ DCC നേതൃത്വം പിണങ്ങിപ്പോവുകയും അങ്ങനെ ഔദ്യോഗിക പാനലിനെതിരെ കോൺഗ്രസ് വേറൊരു പാനലിനെ മത്സരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് വിരുദ്ധ പാനലിനെ CPM പിന്തുണച്ചുകൊണ്ടാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. അതായത് വിമത കോൺഗ്രസ്സുകാരും CPMകാരും ചേർന്നുള്ളൊരു പാനലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പാനലുമാണ് മത്സരം. ഈ മത്സരം വളരെ കടുത്ത പോരാട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പുലർച്ചെ 6 മണിക്ക് മുതൽ തന്നെ ഇവിടെ വോട്ടെടുപ്പിന് വേണ്ടി ആളുകളുടെ നീണ്ട നിരയായിരുന്നു. ഇപ്പോഴും ആ നീണ്ട നിര തുടർന്നു. മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു തുടങ്ങുന്നത്. പക്ഷേ CPM കള്ളവോട്ട് നടത്തുന്നു എന്നാരോപിച്ചാണ് കോൺഗ്രസ് ആദ്യം രംഗത്തെത്തിയത്. MK രാഘവൻ MP-യും DCC പ്രസിഡന്റും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച് വാർത്താസമ്മേളനം നടത്തി. തുടർന്ന് CPM പ്രവർത്തകരുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റത്തിലായി. ആ വാക്കേറ്റം മൂർച്ഛിച്ച് ഇപ്പോൾ രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തായി തടിച്ചുകൂടി. നടുക്ക് പോലീസ് നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി, ഒരു ലാത്തി വീശുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ഇപ്പോഴും രണ്ടു ഭാഗത്തായി കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും അതുപോലെ തന്നെ വിമത കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായി മാറി നിന്ന് കൂട്ടം കൂടി ബഹളമുണ്ടാക്കുകയും ഓരോ പ്രവർത്തകരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പരിശോധിച്ച ശേഷം മാത്രമാണ് വിടുന്നത്. കള്ളവോട്ടാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണമുണ്ട്. CPMൻ്റെ പ്രവർത്തകരാണ് കള്ളവോട്ട് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ CPMും വിമത കോൺഗ്രസ്സുകാരും ആരോപിക്കുന്നത് കോൺഗ്രസ് കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ കൂട്ടം കൂടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. രണ്ടു ഭാഗത്തും ആളുകൾ പരസ്പരം ബഹളമുണ്ടാക്കുകയും കൂട്ടം കൂടുകയും ആളുകൾ തടഞ്ഞു വെക്കുകയും പോലീസിന് നേരേക്ക് കയർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ബഹളം കേൾക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ രണ്ടു ഭാഗത്തായി ഇപ്പോൾ പോലീസ് നടുക്കി നിൽക്കുന്നത് മാത്രം ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുന്നു. പക്ഷേ ഈ പോലീസ് ഒരു ചെറിയ വഴി ഉണ്ടാക്കി അതിലൂടെയാണ് ഇപ്പോൾ വോട്ടർമാരെ കടത്തിവിടുന്നത്. വോട്ടർമാർ കടന്നു പോകുമ്പോൾ പരസ്പരം കൂട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടം കൂടിയും മുഴുവൻ നേതാക്കന്മാർ DCC ഭാരവാഹികളും ഇവിടെ കോഴിക്കോട്ടെ KPCCയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളും CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ചേവായൂർ ബാങ്ക് പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അഭിമാന പ്രശ്നമായി എടുത്തിട്ടുള്ളതാണ്. കാരണം ചേവായൂർ ബാങ്ക് അട്ടിമറിക്കാൻ വേണ്ടി CPMുമായി കൂട്ടുചേർന്നാണ് നിലവിലെ ഭരണസമിതി കോൺഗ്രസിനെ പുറത്താക്കിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ബാങ്കിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ പക്കൽ തന്നെ സൂക്ഷിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണസമിതിയും CPMും ചേർന്ന് ഒരു പുതിയ കുട്ടികെട്ടുണ്ടാക്കിയാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളതും. ഇരുകൂട്ടരും വലിയ വാശിയേറിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ എല്ലാ വീറും വാശിയും ഉണ്ട്. ഇവിടെ മുദ്രാവാക്യം വിളികളുമായി DYFI പ്രവർത്തകർ ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതാപ്പോൾ വീണ്ടും മുദ്രാവാക്യം വിളിക്കാൻ ഇരുഭാഗത്തു നിന്നും രണ്ടു കൂട്ടരും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. DYFI പ്രവർത്തകർ ഒരു ഭാഗത്തും മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടു ഭാഗത്തും മുദ്രാവാക്യം വിളിച്ച് കൂട്ടം കൂടുന്നു. ഇപ്പോൾ പോലീസ് ഇവർക്കിടയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു സംഘർഷ സാഹചര്യം ഒഴിവാകുന്നത്. വനിതാ പോലീസുകാർ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സുരക്ഷയോടുകൂടി അകത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ വീണ്ടും പോലീസ് തടയുന്നു. വനിതാ പ്രവർത്തകരെ, വോട്ട് ചെയ്യാനെത്തിയ വനിതാ പ്രവർത്തകരെയാണ് തടയുന്നതും. വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് DYFIയുടെ പ്രവർത്തകർ, രണ്ടു കൂട്ടരും. ഇതിലാരാണ് തടയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും DYFI പ്രവർത്തകരും വനിതാ പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. വനിതാ പ്രവർത്തകരും വനിതാ പോലീസുകാരും തമ്മിലാണ് ഇപ്പോൾ സംഘർഷമുള്ളത്. വോട്ട് ചെയ്യാനെത്തുന്ന ആളുകൾ നേരത്തെ വോട്ട് ചെയ്തതാണ്, ഇപ്പോൾ കള്ളവോട്ട് ചെയ്യാനെത്തുന്നു എന്നൊക്കെയാണ് ആരോപണം. ഇപ്പോൾ രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തായി തടിച്ചുകൂടുന്നു. ഇപ്പോൾ മറുഭാഗത്തോടുകൂടി ആളുകളെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പോലീസുകാരുടെ സംരക്ഷണയിൽ വോട്ടർമാരെ അകത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. രണ്ടു ഭാഗത്തുമായി ആളുകൾ തടിച്ചുകൂടുന്നു. ഇപ്പോൾ പോലീസ് ഇരു കൂട്ടർക്കുമിടയിൽ പോലീസ് നിലയുറപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുന്ന പാലക്കാട്ടൊക്കെയുള്ളൊരു സാഹചര്യം പോലെ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. ഏകദേശം 14,000-ലധികം വോട്ട് ഈ ബാങ്കിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഓരോരുത്തരും എത്തി 2-3 ബൂത്തുകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇവിടെ പോളിംഗ് നടക്കുന്നത്. ഈ 35,000 വോട്ടുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ
സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഒരാൾ വന്ന് എൻ്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയി എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി വന്നപ്പോഴാണ് നേതാക്കന്മാർ ഇടപെട്ടത്. ഇപ്പോൾ പ്രവർത്തകരും ഇടപെട്ട് ഇരു കൂട്ടരും പരസ്പരം കള്ളവോട്ട് ആരോപിക്കുന്നു. ഇവരെ ബലം പ്രയോഗിച്ച് നീക്കി വോട്ടർമാരെ നേതാക്കൾ കളം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആരും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഇത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതും സംഘർഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പോലീസിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടതൊക്കെ. ഇപ്പോൾ പോലീസ് കാര്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ മാത്രമല്ല. സാധാരണഗതിയിൽ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ആ ബാങ്കിൻ്റെ അംഗങ്ങളും അതുപോലെ തന്നെ ബാങ്ക് ഡയറക്ടർമാരും ഒക്കെയാണ് ഇടപെടാറുള്ളത്. ഇതിപ്പോൾ ഈ പ്രാദേശികമായി തന്നെ CPM കോൺഗ്രസും അവരുടെ അഭിമാന പ്രശ്നമായി എടുത്തുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള DYFIയുടെ മുഴുവൻ പ്രവർത്തകരും അതുപോലെ തന്നെ DYFI നേതാക്കന്മാരും CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാരും ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ CPMൻ്റെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും DCC പ്രസിഡന്റും MK രാഘവൻ MPയും KPCC ഭാരവാഹികളും കല്ലേറടക്കം നടന്നിരിക്കുന്നു. വലിയ സംഘർഷത്തിലേക്ക് പോലീസുകാരും ഇവിടെ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണ്. രഞ്ജിത്ത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി? എപ്പോഴാണ് ഇത് സംഘർഷത്തിലേക്ക് നീങ്ങിയത്? കള്ളവോട്ട് ആരോപിക്കുന്നു, ചിലരുടെ വോട്ട് നേരത്തെ ചെയ്തു പോയെന്ന് പറയുന്നു. വിമതരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിനിധികളെ നമുക്ക് ഇതിലൊരു പ്രതികരണത്തിന് കിട്ടുമോ ഇതിനിടയ്ക്ക്? സ്മൃതി, ഇന്ന് രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. 35,000 വോട്ടർമാരുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഭാഗത്ത് മുകളിൽ മാറി നിൽക്കുന്നു. ഈ കൂട്ടത്തിൽ സാധാരണഗതിയിൽ നേതാക്കന്മാർ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുമൊക്കെ ഈ വോട്ട് നടക്കുന്നതിൻ്റെ അകത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അവരകത്താണ്. ഈ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ വോട്ടർമാരെ വോട്ട് ചെയ്യാനെത്തുന്നവരെ അകത്തേക്ക് കയറ്റി വിടാത്ത സാഹചര്യമുണ്ട്. അകത്തേക്ക് കയറ്റി വിടുന്നതിന് തടയുന്നുണ്ട്. പോലീസ് സംരക്ഷണയിൽ വോട്ട് ചെയ്യാനെത്തുന്നവരെ അകത്തേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് CPM പ്രവർത്തകർ അതിനെ തടയുന്നുണ്ട്. കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ഔദ്യോഗിക പാനൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഔദ്യോഗിക പാനലിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യാൻ എത്തുന്നവരെയാണ് ഇപ്പോൾ CPM പ്രവർത്തകർ ഒരു ഭാഗത്ത് തടയുന്നത്. അതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രതികരണത്തിന് ഈ കൂട്ടത്തിലുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ മാത്രമാണ്. ഇതിൻ്റെ കാരണം പോലും അറിയാതെ നിൽക്കുന്ന ഒരു ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഏതായാലും നേതാക്കന്മാർ മുഴുവൻ ആ സ്കൂളിനകത്തേക്ക് മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബാങ്ക് ഡയറക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അകത്തേക്ക് മാറി നിൽക്കുകയാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഇവിടുത്തെ DYFIയുടെ നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകരെയും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.